നമസ്കാരം. പ്രായമേറിയവരിൽ മാത്രമല്ല, ചെറുപ്പക്കാരിലും ഇന്ന് കൊളസ്ട്രോൾ ഉണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. കൊളസ്ട്രോൾ കൂടുകയും രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് കൊളസ്ട്രോൾ ഉണ്ടായോ എന്ന ചിന്ത മിക്കവാറും ഉടലെടുക്കുന്നത്. ആധുനിക കാല ജീവിത ശൈലികളും വ്യായാമക്കുറവും പുകവലി, മദ്യപാനം എന്നിവയും പൂരിത കൊഴുപ്പുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെയും കൊളസ്ട്രോൾ പലരിലും കൂടാൻ കാരണമായി. തടി കൂടുതലുള്ളവർക്കെന്ന പോലെ മെലിഞ്ഞവരിലും കൊളസ്ട്രോൾ ഉണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. എല്ലാ നാണയങ്ങൾക്കും രണ്ട് പുറമെന്ന പോലെ നല്ലതും ചീത്തയുമായ കൊളസ്ട്രോൾ ഉണ്ട്. അവ എത്ര വരെ ആകാം എന്ന് നോക്കാം. HDL 40 താഴെ അനുയോജ്യമല്ലാത്ത അളവ്, 50 മുകളിൽ നല്ലത്. LDL 100 താഴെ നോർമൽ, 100 മുതൽ 129 വരെ അല്പം കൂടുതൽ, 130 മുതൽ 159 വരെ കൂടുതൽ, 160 മുതൽ 189 വരെ വളരെ കൂടുതൽ, 190 മുകളിലാണെങ്കിൽ അപകടം. ട്രൈഗ്ലിസറൈഡ് 150 താഴെയാണെങ്കിൽ നോർമൽ, 150 മുതൽ 199 വരെ അല്പം കൂടുതൽ, 200 മുതൽ 499 വരെ ആണെങ്കിൽ കൂടുതൽ, 500 മുകളിൽ വളരെ കൂടുതൽ. ആകെ കൊളസ്ട്രോൾ നോക്കാം. 200 താഴെ നോർമൽ, 200 മുതൽ 239 വരെ ആണെങ്കിൽ കൂടുതൽ, 240 മുകളിലെത്തിയാൽ വളരെ കൂടുതൽ. ഈ അളവുകൾ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധനയിലൂടെ അറിയുവാൻ സാധിക്കും. അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് 30 വയസ്സാകുമ്പോൾ ഈ പരിശോധന നടത്തണമെന്നാണ്. എന്നാൽ ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ പരിശോധന നടത്തണം. പാരമ്പര്യമായി കൊളസ്ട്രോൾ ഉള്ളവർ പരിശോധനയ്ക്ക് ഒട്ടും വൈകരുത്.